ഇപ്പോഴും പഞ്ചായത്തിലുള്ള ജാഗ്രതാ സമിതിനെ പറ്റി അറിയാത്ത ആൾക്കാരുണ്ടെന്ന്. അതായത് നമ്മുടെ വുമൺസ് കമ്മീഷന്റെ കീഴിൽ പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും ജില്ലാ തലത്തിലുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതെല്ലാണ് ഈ ജാഗ്രതാ സമിതി എന്ന് പറയുന്നത്. അല്ലെങ്കിലും ഏറ്റവും നന്നായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുക എപ്പോഴും ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെയാണല്ലോ. നിങ്ങൾക്ക് അയൽവക്കക്കാരുമായിട്ടുണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, കുട്ടികൾ നേരിടുന്ന പ്രശ്നം, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ജാഗ്രതാ സമിതിയുടെ കീഴിൽ ഒരു പരിധി വരെ റെഡിയാക്കാൻ പറ്റൂന്നേ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആർക്കും ഇപ്പൊ കോടതിയിലൊക്കെ കയറി ഇറങ്ങി നടക്കാൻ നേരം? ഈ ചെറിയ കേസൊക്കെ കൊണ്ട് കോടതിയിലേക്ക് ചെന്നാ മതി. പിന്നെ ഒരു ഡിസ്ക്ലൈമർ പോലെ പറയുകയാണെങ്കിൽ വലിയ വലിയ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേഷനിലോ കോടതിയിലോ നേരിട്ട് പരാതി കൊടുക്കാം. അല്ലാതെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്റ്റേഷനിലും കോടതിയിലും പോകാൻ പറ്റാത്ത സ്ത്രീകളും കുട്ടികളും ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു പരിപാടി നല്ല ഉപകാരപ്രദമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വാർഡ് തലത്തിലെ ജാഗ്രതാ സമിതിയിൽ പ്രശ്നങ്ങൾ സോൾവ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്ത് തലത്തിലേക്ക് പോവാം. ഇതിപ്പോ നിങ്ങൾ പഞ്ചായത്തിൽ താമസിക്കണവരായാലും മുനിസിപ്പാലിറ്റി താമസിക്കണവരായാലും ഇങ്ങനെ ഒരു ജാഗ്രതാ സമിതി അവിടെ ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇവിടെ പരാതി കിട്ടിക്കഴിയുമ്പോൾ രണ്ടു കൂട്ടരെയും വിളിച്ചു വരുത്തി എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന കേസുകളാണെങ്കിൽ അപ്പൊ തന്നെ പരിഹാരവും കിട്ടും. അപ്പോ എങ്ങനെയാണ് ഒരു പഞ്ചായത്ത് ജാഗ്രതാ സമിതിയിൽ പരാതി കൊടുക്കേണ്ടതെന്നും എങ്ങനെയാണ് അതിന്റെ ബാക്കിയുള്ള പരിപാടികൾ ഉള്ളതെന്നും അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പൊ എന്നും പറയുന്ന പോലെ കൂടുതൽ നിയമപരമായിട്ടുള്ള അറിവുകൾക്കായിട്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു.